പ്രതിഷേധിച്ചാണ് പോകുന്നതെന്ന് വി എസ് അറിയിച്ചിട്ടില്ലെന്നും പുറത്തു പോവുകയാണെന്ന് പറഞ്ഞാണ് വി എസ് പോയതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഒരാൾ കുറച്ചുനേരം മാറി നിൽക്കുന്നത് അച്ചടക്ക ലംഘനമല്ല. വി എസ് പുറത്തുപോയത് അച്ചടക്കത്തിന് നിരക്കാത്തതാണോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. ഇന്ന് നടന്ന പൊതുചർച്ചയിൽ ഇതുവരെ 26 പേർ പങ്കെടുത്തുവെന്നും 14 ഡെലിഗേഷനും പ്രവർത്തന റിപ്പോർട്ടിനോട് യോജിച്ചുവെന്നും കോടിയേരി അറിയിച്ചു. ചർച്ചകൾ വ്യക്തി കേന്ദ്രീകൃതം അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടീ ബ്രേക്ക് വരുന്ന സമയം വരെ വി എസ് അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് പുറത്തു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുള്ളത്. പറയാതെ പോയതല്ല, അവിടെ അറിയിച്ചിട്ട് പോയതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള നിലയിലല്ല ചർച്ച കേന്ദ്രീകരിക്കുന്നത്. അല്ലാതെ അച്ചടക്ക ലംഘനമാണോ എന്നുള്ളത് പാർട്ടി പരിശോധിക്കാം. ഈ കേരളത്തിലെ പാർട്ടി രൂപീകരിച്ച നേതാവാണ് വി എസ്. അങ്ങനെ ഒരു സഖാവ് CPM-ൽ ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങളുടെ ചോദ്യം അസംബന്ധമായ ചോദ്യമാണത്. ആ കത്തിനകത്ത് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിലെ നിജസ്ഥിതി എന്താണെന്നുള്ള പാർട്ടി നിലപാട് വ്യക്തമാക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. ആ നിലപാട് പാർട്ടി വ്യക്തമാക്കി. ആ തീരുമാനത്തിൽ വല്ല തെറ്റും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ PB ഞങ്ങളെ തിരുത്തും. വിശദാംശങ്ങൾ സലി മുഹമ്മദ് നൽകും. കൂടുതൽ സലി, പ്രവർത്തന റിപ്പോർട്ടിനോട് ഡെലിഗേറ്റുകൾ സ്വീകരിച്ച നിലപാട് സംബന്ധിച്ചും വി എസിന്റെ അസാന്നിധ്യം സംബന്ധിച്ച് ഉയർന്നു വന്ന ചർച്ച, ഒട്ടേറെ വാർത്തകൾ, അഭ്യൂഹങ്ങൾ, ഇതിനൊക്കെ തന്നെ പാർട്ടി നൽകിയ വിശദീകരണം എന്താണ്? പ്രതീഷ്, വി എസ് സമ്മേളന വേളയിൽ വി എസിന്റെ അസാന്നിധ്യം സംബന്ധിച്ച് പാർട്ടി നിലപാട് വിശദീകരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞത് വി എസ് സമ്മേളന ഹാളിൽ നിന്ന് പുറത്തു പോവുകയാണെന്ന് പ്രസിഡീയത്തെ അറിയിച്ചിട്ട് തന്നെയാണ്. മാത്രവുമല്ല, പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതാണെന്ന് വി എസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ വി എസ് പറയുമായിരുന്നു. അത് മുൻപ് പറഞ്ഞിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങളും വാർത്തകളും എല്ലാം വ്യാജവും CPM-നെ അപകീർത്തിപ്പെടുത്താൻ കെട്ടിച്ചമച്ചതുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിലേക്ക് മടങ്ങി വരാൻ വി എസിന് മുമ്പാകെ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത് തനിക്കറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മാത്രമല്ല, ഇത് ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വെറും മാധ്യമ സൃഷ്ടിയാണ്. അങ്ങനെ യോഗം ചേരേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല എന്നും കോടിയേരി പറഞ്ഞു. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ചേർന്നതായി ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത ശുദ്ധ അസംബന്ധമാണ് എന്നാണ് കോടിയേരി വിശദീകരിച്ചത്. മാത്രമല്ല, വി എസിന്റെ കത്തിന്മേലുള്ള സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം പരസ്യപ്പെടുത്തിയതിൽ തെറ്റുണ്ടോ എന്നുള്ളത് പോളിറ്റ് ബ്യൂറോ പരിശോധിക്കേണ്ട കാര്യമാണ്. തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തങ്ങൾ പോളിറ്റ് ബ്യൂറോ തിരുത്തും എന്നാണ് കോടിയേരി അതിനുള്ള ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. ഏതായാലും അത് മാത്രമല്ല, രണ്ടാം ദിവസത്തെ ചർച്ചയിൽ 14 ജില്ലകളിൽ നിന്നായി 26 പ്രതിനിധികൾ പങ്കെടുത്തതായി കോടിയേരി അറിയിച്ചു. അച്ചടക്ക ലംഘനം സംബന്ധിച്ച് എല്ലാ ജില്ലകളിൽ നിന്നുള്ള 14 ജില്ലകളിൽ നിന്നുള്ള ഡെലിഗേറ്റുകളും ഒരേ തരത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. അച്ചടക്ക ലംഘനം നടത്തുന്നത് അവർ എത്ര ഉന്നതരായാലും നേതൃത്വം നടപടി സ്വീകരിക്കണമെന്ന് പ്രതിനിധികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതായി കോടിയേരി അറിയിച്ചു. ഏതായാലും ഇന്നത്തെ പ്രതിനിധി സമ്മേളനം ഇപ്പോഴും തുടരുകയാണ്, അവസാനിച്ചിട്ടില്ല. വ്യക്തമാണ്. സലീം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. പാർട്ടിക്ക് അതീതമായി പ്രവർത്തിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ അച്ചടക്കം ഉറപ്പുവരുത്തണം. ആദ്യ സെഷന് ശേഷം വി എസ് വീട്ടിലേക്ക് മടങ്ങി. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. വിശദാംശങ്ങൾ KG ദിനകർ നൽകും. ദിനകർ, ഇപ്പോൾ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ സംബന്ധിച്ചും എന്തൊക്കെയാണ്? ഒപ്പം തന്നെ വി എസിന്റെ മടക്കം, അസാന്നിധ്യം സംബന്ധിച്ച് നിലപാട് പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ വി എസ് മാധ്യമങ്ങളെ കാണാൻ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇക്കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും അഭ്യൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ദിനകർ. പ്രജീഷ്, പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല. ഇപ്പോൾ അദ്ദേഹം വൈകുന്നേരം ഉള്ള ഈവനിങ് വാക്കിങ്ങിലാണ് അദ്ദേഹം ഉള്ളത്. വീടിന് മുന്നിൽ അദ്ദേഹം ഈവനിങ് വാക്കിംഗ് നടത്തുകയാണ്. നേരത്തെ അദ്ദേഹം രാവിലെ 11 കൂടിയായിരുന്നു പ്രതിനിധി സമ്മേളന ഹാളിൽ നിന്നും വീട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം തിരികെ അവിടേക്ക് എത്തും അല്ലെങ്കിൽ എത്തില്ല എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. ഇക്കാര്യം സംബന്ധിച്ച് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് വി എസ് സമ്മേളനത്തിൽ നിന്നും പോകുന്നത് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പ്രതിഷേധിച്ചായിരുന്നില്ല ഇറങ്ങിപ്പോകുന്നത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേർന്നു എന്നതടക്കമുള്ള വാർത്തകൾ പാർട്ടി നിഷേധിച്ചിരിക്കുന്നു. അത്തരത്തിൽ ചേർന്നിട്ടില്ല. സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലയളവിൽ അത്തരത്തിൽ നേതാക്കൾ കൂടിയാലോചനകൾ നടത്താറുണ്ട്. അത് സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ വി എസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അത് പാർട്ടി വേണ്ട തലത്തിൽ ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അത്തരം ചർച്ചകളൊന്നുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വി എസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ പ്രതികരണത്തിന് ഇപ്പോൾ തയ്യാറായിട്ടില്ല. ഇന്ന് അദ്ദേഹം എന്തായാലും പ്രതിനിധി സമ്മേളന ഹാളിലേക്ക് പോകുകയും ഇല്ല എന്നും വ്യക്തമായിരിക്കുന്നു. പ്രജീഷ്.
KG ദിനകറാണ് പുന്നപ്രയിലെ VSന്റെ വസതിക്ക് മുൻപിൽ നിന്നും കാര്യങ്ങൾ നൽകിയത്. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന നേതാക്കൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. VS PBക്ക് മുന്നിൽ 5 അജണ്ട വെച്ചുവെന്ന് ബെർലിൻ കുഞ്ഞനന്ദൻ നായരും പ്രതികരിക്കുന്നു. Nothing like that. We have not heard anything. So there is no problem in the party? No, at the moment, if there is anything, we'll wait and discuss. ഞങ്ങളത് കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു സമ്മേളനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങളവിടെ വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകില്ലേ? ഭക്ഷണം കഴിക്കാൻ പിന്നെ സമ്മേളനത്തിലേക്ക് തിരിച്ചു പോകില്ലേ? നിങ്ങൾക്കൊരു സംശയം? പാർട്ടി വിടുന്നു പറഞ്ഞിട്ടാണ് വാർത്തകൾ. നിങ്ങൾക്ക് എടുത്താൽ വിവരം കിട്ടി? നിങ്ങൾക്ക് എടുത്താൽ വിവരം കിട്ടിയേ? അല്ല, നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ബോധോദയം വന്നതല്ലല്ലോ. അതിങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തോന്നുന്നത് ഓരോരുത്തർ പറയല്ലേ? തീർച്ചയായിട്ടും തുടക്കം മുതലുണ്ടല്ലോ. തുടക്കം മുതൽ തന്നെ സഖാവ് അവിടെ ഉണ്ടല്ലോ. സഖാവ് ഒരു പങ്കാളിയായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്, മുൻനിരയിൽ തന്നെ ഉണ്ടല്ലോ. യാതൊരു പ്രശ്നവുമില്ല. അമ്മാതിരിയുള്ളൊരു പ്രശ്നവും ഇപ്പോഴില്ല. അദ്ദേഹം പാർട്ടി ഇടുന്നില്ല, അദ്ദേഹം മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയില്ല, അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുകയില്ല. അദ്ദേഹം ഉയർത്തിയതായ 5 പോയിന്റുകൾ പോളിറ്റ് ബ്യൂറോയിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിന്റെ മറുപടി കാത്തിരിക്കുകയാണ്. കോഴിക്കോട് മുക്കം ആനയാംകുന്നിൽ സഹോദരങ്ങളെ സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. ആനയാംകുന്ന് സ്വദേശികൾക്കെതിരെയാണ് കേസെടുത്തത്. ഇവരെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. കോഴിക്കോട് മുക്കം ആനയാംകുന്നിൽ സഹോദരങ്ങളെ സദാചാര പോലീസ് ചമഞ്ഞെത്തിയ സംഘം ആക്രമിച്ച സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത്. ആനയാംകുന്ന് സ്വദേശികളായ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ഉണ്ടെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് മുക്കം പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാരശ്ശേരി സ്വദേശികളായ അബ്ദുൽ സലാമിനെയും +2 വിദ്യാർത്ഥിനിയായ സഹോദരിയെയുമാണ് ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചത്. സ്കൂളിൽ നിന്ന് വരികയായിരുന്ന സഹോദരിയോട് സംസാരിക്കുന്നതിനിടെ പൾസർ ബൈക്കിലെത്തിയ സംഘം തന്നെ ആക്രമിച്ചുവെന്ന് KMCT മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സലാം പറഞ്ഞു. ഞാൻ അവളോട് സംസാരിച്ച് കണ്ട് അവരുടെ വീട്ടിൽ പോകലെന്ന് വിചാരിച്ച് ഞാൻ ബൈക്ക് എടുത്ത് കണ്ട് തിരിച്ച സമയത്താണ് അവർ ബൈക്കിൽ വന്ന് ബ്ലോക്ക് ഇട്ട് കണ്ട് ചോദിക്കുന്നത്. എൻ്റെ പെങ്ങളും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ ആങ്ങളെന്നെ തല്ലല്ലേ, അത് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല, അവർ തല്ലേനെ. മൂക്കിനും പുറത്തും സാരമായി പരുക്കേറ്റ സലാമിനെ നാട്ടുകാർ എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഈ പ്രദേശത്ത് സദാചാര പോലീസ് ആക്രമണം ശക്തമാണെന്നും ഇവരെ അമർച്ച ചെയ്യാൻ അടിയന്തര നടപടി വേണമെന്നും നാട്ടുകാർ പറയുന്നു. ഒരു കാരണവുമില്ലാതെയാണ് ഇയാളെയും സഹോദരിയെയും ആക്രമിച്ചിരിക്കുന്നത്. ഇതിന് അവസരം കൊടുക്കുന്നത് ഇത്തരം ചില സദാചാര ഗുണ്ട സംഘങ്ങളാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചന്ദ്രബോസ് കൊലക്കേസിൽ അന്വേഷണ സംഘം ചന്ദ്രബോസിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുക്കും. അതിനിടെ ഒളിവിൽ കഴിയുന്ന നിസാമിന്റെ ഭാര്യയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകി. എത്രയും വേഗം ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ജമ്മു കാശ്മീരിൽ സർക്കാർ രൂപീകരണത്തിൽ BJPക്കും PDPക്കും ഇടയിൽ നിലനിന്ന പ്രധാന തർക്കം പരിഹരിച്ചതായി സൂചന. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവിയിൽ തൽസ്ഥിതി തുടരാൻ ധാരണയായി. ഇതോടെ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇരു പാർട്ടികളും കടക്കുന്നു. ഒരാഴ്ചയ്ക്കകം സർക്കാർ രൂപീകരിക്കാനാണ് നിലവിലെ തീരുമാനം. ഇരു പാർട്ടികളുടെയും നേതാക്കൾ ഉടൻ തന്നെ ഗവർണറെ കാണുമെന്നാണ് സൂചന. ആഴ്ചകൾ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് BJPയും PDPയും ചേർന്ന് ജമ്മു കാശ്മീരിൽ സർക്കാരുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് നിലനിർത്തുകയും സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അസ്ഫ നിയമം 1 വർഷത്തിനകം പിൻവലിക്കുകയും ചെയ്യും എന്നതിന് രേഖാമൂലം ഉറപ്പുവേണമെന്ന നിലപാടിലായിരുന്നു PDP. വെള്ളിയാഴ്ച രാത്രി BJP നേതാവ് രാം മാധവും PDP നേതാവ് ഹബീബ് ഡ്രാംബുവും തമ്മിലുണ്ടായ ചർച്ചയെ തുടർന്നാണ് ഇക്കാര്യങ്ങളിൽ അഭിപ്രായ ഐക്യമുണ്ടായത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇരുകൂട്ടരും പുറത്തുവിട്ടിട്ടില്ല. 80-അംഗ നിയമസഭയിൽ PDPക്ക് 28ഉം BJPക്ക് 25ഉം അംഗങ്ങളാണുള്ളത്. രാജ്യത്തെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനത്ത് അധികാരത്തിലേറുക എന്നതിന് BJP വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിൽ മലബാർ ഗോൾഡ് ആരംഭിക്കുന്ന ആഭരണ നിർമ്മാണ ഫാക്ടറി മലിനീകരണം ഉണ്ടാക്കുമെന്നാരോപിച്ച് പരിസര സംരക്ഷണ സമിതി നടത്തുന്ന സമരം 2 മാസം പിന്നിട്ടു. എന്നാൽ ഫാക്ടറി യാതൊരു മലിനീകരണവും ഉണ്ടാക്കില്ലെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉൾപ്പെടെ എല്ലാ അനുമതികളും ഫാക്ടറിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും MB അഹമ്മദ് വ്യക്തമാക്കി. പ്രമുഖ സ്വർണ്ണ വ്യാപാര ഗ്രൂപ്പായ മലബാർ ഗോൾഡ് മലപ്പുറം കാക്കഞ്ചേരിയിലെ കിൻഫ്ര പാർക്കിലാണ് ആഭരണ നിർമ്മാണ ഫാക്ടറി ആരംഭിക്കുന്നത്. എന്നാൽ
ഫാക്ടറി മലിനീകരണം ഉണ്ടാക്കുമെന്നാരോപിച്ച് കാക്കഞ്ചേരി പരിസര സംരക്ഷണ സമിതി സമരവുമായി രംഗത്തെത്തി. ഫാക്ടറി പ്രവർത്തിച്ചാൽ പരിസരത്തെ കിണറുകൾ മലിനമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. സമിതി പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ: ഇത് ഏറ്റവും ഉയരം കൂടിയ കാക്കഞ്ചേരി പ്രദേശം 155 സീ ലെവലിൽ നിന്ന് 155 അടി ഉയരത്തിലുള്ള സ്ഥലമാണ്. ഇവിടെ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ചേലമ്പ്ര, പള്ളിക്കൽ, തേഞ്ഞിപ്പലം പഞ്ചായത്തുകളെ ബാധിക്കും. ആ സ്ഥലത്ത് 3 ലക്ഷം ലിറ്റർ വെള്ളം മലിനമായി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വെള്ളം ഇവിടുത്തെ മലബാർ ഗോൾഡിൻ്റെ മലിന ജലമല്ലാതെ ഈ നാട്ടിൽ കിട്ടാതെയാവും. എന്നാൽ ഫാക്ടറി യാതൊരു മലിനീകരണവും ഉണ്ടാക്കില്ലെന്ന് മലബാർ ഗോൾഡ് ചെയർമാൻ MB അഹമ്മദ് വ്യക്തമാക്കി. ഫാക്ടറിയിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ 5% പരിസരവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അടക്കം അനുമതിയോടെയാണ് ഫാക്ടറി തുടങ്ങുന്നതെന്നും സമരത്തിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരാണെന്നും MB അഹമ്മദ് പറഞ്ഞു. ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ള നിലക്ക് ആണ് അവിടെ പോയി തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ആ തെറ്റിദ്ധാരണ മാറ്റുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇല്ലീഗലായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. ഫുള്ളി ലീഗലി പെർഫെക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാക്കഞ്ചേരി കിൻഫ പാർക്കിൽ തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കുറേ ഇൻഡസ്ട്രിയൽ ഉണ്ട്. അവരവിടെ പൊല്യൂഷനും മറ്റു പല അനധികൃത രീതിയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ സിസ്റ്റമാറ്റിക് വരുമ്പം നാളെ അവരൊക്കെയുള്ള പ്രശ്നങ്ങളാവുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.